അപ്പൊ എല്ലാം പറഞ്ഞു പോ. ഇതാരവിടെ കൊണ്ടുവന്നേ? ആരെന്നറിയില്ല സാർ. ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ ആരോ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയതാ. ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു ടവറും കുറെ രൂപയും. സാറേ, ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല. 10-ാം തീയതി രാവിലെ സിറ്റിയിൽ ഏതെങ്കിലും ഒരു ടവർ ബോംബ് വെച്ച് തകർക്കുന്ന തന്നെ. അപ്പൊ നോട്ടിന്റെ ചിത്രോ? പിന്നെ പൈസ ചെലവാക്കാണ്ട് ബോംബ് കിട്ടോ? എത്ര പൈസയാലും സംഭവം നടത്തുന്ന തന്നെയാ. ഇതിപ്പോ ഏത് പോലീസുകാരനും മനസ്സിലാകുന്ന ഭാഷ അല്ലേ? എടോ, ഈ ടവറിന്റെ പടം ഉണ്ടെന്ന് കരുതി അത് ടവർ തന്നെയാണെന്നുണ്ടോ? അക്കാര്യത്തിൽ ചതിവുണ്ടാവില്ല. ഈ കള്ളന്മാര് പൊതുവെ സത്യസന്ധരായിരിക്കും. ഇയാൾ എവിടുന്ന് വന്നത്? നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഈ ടവറിന്റെ പടം കണ്ട ഉടനെ ഗോപുരം ചിട്ടി ഫണ്ട്സ് ആണ് കള്ളൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി? സർ, ടവറുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനൊരു സൂചന വരില്ലല്ലോ. എന്തുകൊണ്ട് തന്നുകൂടാ? ലൂസി പറയാറുള്ളത് പോലെ കോമൺ സെൻസ് ഇല്ലാത്തവരാണ് ഇവിടെ പലരും. ഒരു കാര്യം ചെയ്യും, സിറ്റിയിലുള്ള എല്ലാ ടവറുകൾക്കും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തണം. സർ, പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം ആദ്യം. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 2 പോലീസുകാരെ ആ ചിറ്റ് ഫണ്ട്സിന് ഒന്ന് നിർത്തിയേരെ. അതല്ല സർ. ഡോണ്ട് കൺഫ്യൂസ് മീ. ദേവസി എവിടുന്നാ? ഞാൻ കുറച്ചു മുമ്പ് ഫോൺ ചെയ്തിരുന്നു. റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമകൃഷ്ണൻ. ആ, ഇവിടെ പറഞ്ഞിരുന്നു. വരൂ, ഇരിക്കൂ. നമസ്കാരം. നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളും കേട്ടിട്ടുണ്ടെന്നാ തോന്നണേ. റിട്ടയർ ചെയ്യുമ്പോ രാമസാർ എവിടെയായിരുന്നു? കണ്ണൂരായിരുന്നു. നമ്മുടെ മിനിസ്റ്റർ ചാണ്ടിച്ചനും ഞാനും പണ്ട് മുതലേ ക്ലോസ് ഫ്രണ്ട്സാ. മൂപ്പരോട് അടുക്കുന്നവരൊക്കെ ഫ്രണ്ട്സാണ്. എന്തൊരു ആത്മാർത്ഥയാണ്. അപ്പോ മുഖവരില്ലാതെ കാര്യം പറയാം. ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ നേരിട്ട് വന്നത്. നന്നായി, വളരെ നന്നായി. എല്ലാ കാര്യങ്ങളും മിനിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ ഉറപ്പിലാ എന്റെ പണം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോഴേ ആ ഇരിക്കണ അപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്റെ അപ്പനായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങി. അപ്പനായിട്ട് അതിനെ വളർത്തി, നമ്മളായിട്ട് അതിനെ ഒന്നും കൂടി വളർത്തി. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ദാരിദ്ര്യം ഉള്ളിടത്തോളം കാലം നമുക്കൊരു കുഴപ്പമില്ല. വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം. എന്നാ പണവുമായി ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് വരാം. റോസിയെ, രാമൻ സാറ് ചായ എടുത്തോ? സാരമില്ല, ചായ കുടിച്ചോ. നമുക്കൊരു ഭാര്യയുണ്ട്, നല്ല അസല് പോത്തണ്. മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞു. ദേവസി പറഞ്ഞാ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? നല്ല കാര്യായി. ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല. ബാങ്ക് കൊള്ളടിക്കാൻ പോണ്ട് പറഞ്ഞിട്ട് കാലത്ത് തൊട്ട് നിൽക്കണം. പൂമക്കത്ത് കിട്ടിണ്ടത്രേ. നമ്മളിത് എത്ര കണ്ടതാണ്. വിമാനത്തിലും തീവണ്ടിയിലൊക്കെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പേടിപ്പിക്കാറുണ്ടല്ലോ. എന്നിട്ട് ഓലപ്പട കൂടി പൊട്ടുന്നില്ല. എന്റെ സംശയം അതല്ല ദേവസ്വം. എന്തുകൊണ്ട്? ആ ഇൻസ്പെക്ടർക്ക് 2 എല്ല് കൂടുതലാ. ഇവിടെ പലരും വരുന്ന സ്ഥലമല്ലേ, അവരാരൊക്കെയാണെന്ന് അറിയാനുള്ള വേലയായിരിക്കും. അതായുള്ള മനസ്സിലിരിക്കുള്ളൂ. എന്നാലും അത്താഴം മുടക്കാൻ നീർക്കോലി പോരെ? അത്താഴം മുടക്കാൻ അങ്ങോട്ട് വരട്ടെ. എടോ, ഈ കേരളം എന്ന് പറഞ്ഞത് ഈ സിറ്റിയിൽ മാത്രം ഒതുങ്ങണമല്ല. ഇവിടെ ഉള്ളവരുടെയൊക്കെ ഹെഡ് ഓഫീസ് തെക്കാണ്. അവിടെ ഉണ്ട് ദേവസ്വക്കുട്ടിക്ക് ഇഷ്ടം പോലെ സേവകന്മാര്. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടം. അതൊക്കെ ചേട്ടന്റെ കാര്യം. പിന്നെ ഇന്ന് രാത്രി ഞാൻ കണ്ണൂർക്ക് പോകും. നാളെ അവിടെ ലേലമാ. പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാ ബാക്കി പറയണ്ട. എടോ, തന്നെ ഇതുവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിണ്ടാ? അതില്ല, എങ്കിലും കരുതിയിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ആ അമ്പലക്കാടൻ എന്നെ അബ്കാരി രംഗത്ത് തന്നെ തട്ടാൻ നോക്കിയിരിക്കുക. അതൊന്നും ഇല്ലാന്നേ. അമ്പലക്കാരന്റെ വഴി, രവിക്ക് രവിയുടെ വഴി, അത്രേ ഉള്ളൂ. ഉദാഹരണമോ അത് വലിയ ശല്യായില്ലോ. നേരം വിളിച്ചപ്പോ ഹലോ, ഞാൻ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചുറ്റും പോലീസൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഈ പോലീസുകാർക്ക് വട്ടാണ്. സാർ അതൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോന്നോളോ. അല്ല, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവാം. ഒരു പ്രശ്നമില്ലെന്നേ. ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അത് അപ്പനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോ, പിന്നെ ചെയ്യേണ്ടത് പിന്നെ. ശരിയാ, വളരെ ശരിയാ.
ഞാനിപ്പോ എത്താം. എന്താ ഇൻസ്പെക്ടർ സാറേ, ദേവസ്വം ബാങ്കിന്റെ പോയി പോലീസും പട്ടാളമൊക്കെ? നിങ്ങളാരാ? റിട്ടയർഡ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ. രാമൻ സാറേ ഇങ്ങോട്ട് പോന്നോളോ. സാറ് നമ്മുടെ സ്വന്തം ആളിന് പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് പോന്നോളൂ. ചെല്ലട്ടെ. വന്നോളൂ വന്നോളന്നേ. ഇവറ്റകളെ കൊണ്ട് തോറ്റൂന്നേ. കാലത്ത് തൊട്ട് വന്ന് നിൽക്കണം നിപ്പാണ്. ഈ പോലീസിന് ഇത്ര ബുദ്ധിയില്ലേ? ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, ചിലപ്പോ അവരുടെ കണക്കൂട്ടില് തെറ്റും. അതാണ് അതാണ്. വന്നോളൂ. എല്ലാം നമ്പർ 20 ആണല്ലോ. അതെ, ഇവിടത്തെ ഒരു പതിവിന്റെ എല്ലാ മാസവും 1-ാം തീയതിയാണ്. അറിയാം, ഒക്കെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടി തിരിച്ചു വേണം. അതിനെന്താണ്, ഈ ക്യാഷിന്റെ കാര്യമൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക. അപ്പനുള്ള കാലത്ത് തന്നെ അങ്ങനെയാണ്. സ്റ്റാഫിനും കൂടി ഡീറ്റെയിൽസ് കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇത്ര സേഫേ. ഇരിക്കോട്ടോ. ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ ഇത്രയും കള്ളപ്പണം പൂഴ്ത്തി വയ്ക്കുന്നത് തെറ്റല്ലേ ദേവസി? ആ പണമൊക്കെ പെട്ടിലാക്കിക്കോളൂ, ആവശ്യക്കാർ ഉപകരിക്കട്ടെ. പുറത്ത് പോലീസ് ഉണ്ടെന്ന് വിചാരിച്ച് ബഹളം വയ്ക്കാൻ നിന്ന നഷ്ടം എനിക്കല്ല, തനിക്കാ. ഇതിനകത്തുള്ളത് ഈ നാട്ടിലെ പല പ്രമുഖരുടെയും കള്ളപ്പണമാണ്. ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ ദേവസ്വം വിഷമിക്കും. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമുള്ളൂ. ദാ ഇതിവിടെ ഇരിക്കട്ടെ, ഒരു ധൈര്യത്തിന്. കുട്ടികളില്ലേ വീട്ടില്, കളിക്കാൻ കൊടുക്കാം. കളിത്തോക്ക പോട്ടെ. വരട്ടെ സാറേ. പോലീസുകാരുടെ ഓരോ കഷ്ടപ്പാടേ. താങ്ക് യു ഇൻസ്പെക്ടർ. ഈ കാർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണ്. ഇത് അവിടെ തന്നെ എത്തിച്ച ഉപകാരം. നവദമ്പതികളെ, ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും ഇവിടെ സംഘടിപ്പിച്ച ഈ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ട്. അത് കുറെ മൂഢന്മാരെ ഏറ്റുപാടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സ്വർഗത്തിൽ വെച്ചല്ല നടക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്ന യുവമിഥുനങ്ങൾ. ഞാൻ ഇതിന്റെ സംഘാടകരോട് അന്വേഷിച്ചു, ആരാണ് ഈ യുവമിഥുനങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങളും പുടവകളും സംഭാവന നൽകിയതെന്ന്. കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. സ്വന്തം പേര് പോലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ സ്നേഹി
ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട്, ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം സർ. സാർ, സാറിന് തരാൻ വേണ്ടി ഇപ്പൊ ഒരാൾ കൊണ്ട് തന്നാ. ഇത് ബോംബൊന്നും അല്ലല്ലോ. ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട്, ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങൾ ആയുസ്സും ആരോഗ്യം നേർന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ പുകഴ്ത്തിയതും നമസ്കരിച്ചതും നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ഗോപുരം ചിട്ടി ഫണ്ട്സിൽ നിക്ഷേപിച്ച കള്ളപ്പണം എടുത്താണ് ആ സമൂഹ വിവാഹത്തിന് സംഭാവന നൽകിയത്. കള്ളപ്പണത്തിനെതിരെ വാതോരാതെ പ്രസംഗിക്കുന്ന അല്ലയോ മന്ത്രി, നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ പണം കുറെ പേർക്ക് ജീവിതം നൽകിയിരുന്നു. എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. താൻ ആദ്യം ഒന്ന് സമാധാനിക്കടോ. എത്ര വെള്ളം കുടിച്ചു കൂട്ടുന്നേ? എങ്ങനെ സമാധാനിക്കാന്ന്? അപ്പന അപ്പാപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ പേര് നമ്മൾ കളഞ്ഞില്ലേ? എന്നാലും തനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഹേയ്, ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മള് 2 ആളിങ്ങനെ നിൽക്കണു. നെയ്യെ എന്റെ പിന്നിൽ കൂടെ വന്നിട്ട് എന്റെ തല കൊയ്യെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവനെ കണ്ടാൽ തോന്നില്ലെന്നേ. ആ നോട്ടം, ആ ഭാവം, ആ സംസാരം നല്ല സ്റ്റൈലിന്ന് ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ തടഞ്ഞു. നമ്മള് 2 കൈ നീട്ടി കൊണ്ടുവരണ്ടായി. ആ സർക്കിളിന് ഒതുക്കാൻ എന്തായാലും ഇത് ഉപകരിക്കും. ഈ സംഭവം വെച്ചുകൊണ്ട് ഞാൻ അയാളൊരു പാഠം പഠിപ്പിക്കും. വെള്ളം എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. യോന്നേ, സെക്ടർ നമ്പർ 5-ലുള്ള ഏതോ വീട്ടിലാണ് അവന്റെ താമസം. സാർ. ഏത് വീടാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് വീട് സെർച്ച് ചെയ്യണം. സാർ. ആരെങ്കിലും സംശയം തോന്നിയാൽ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറ. ഓക്കെ സാർ. കടപ്പുറത്ത് എത്തി പോലീസ്. എല്ലാ കുടിലുകളിലും നിങ്ങളെ തെരഞ്ഞു. അവസാനം അങ്ങാടിയിൽ അഹമ്മദ് ക പാർട്ടി ഓഫീസിൽ നിന്ന് കാര്യം പറഞ്ഞപ്പോഴാ പോലീസിന്റെ ശല്യം തീർന്നത്. നിങ്ങളെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ച് ചത്തേനെ. ആരെ പേടിക്കാനാ ജമാലെ? എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം പിടികിട്ടി. എന്താ? നിങ്ങൾ മുസ്ലിം തന്നെ. നബിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? എങ്കിൽ ഭഗവത്ഗീതയിലെ 3-4 ശ്ലോകങ്ങൾ ചൊല്ലിത്തരട്ടെ. അല്ലോ വേണ്ട, അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. പോലീസ് ഇവിടെ പണിയെടുക്കുന്ന തള്ളയല്ലത്. എടുത്തോട്ടു.
ഇവിടെ എങ്ങനെ എത്തി? വേണമെന്ന് വെച്ചാൽ എവിടെ എത്താൻ പറ്റത്ത്? ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ആര്? എന്റെ മനസ്സ്. അതിശയം തന്നെ കേട്ടോ. ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. അതാണ് ഈ മനപ്പുറത്ത് എന്ന് പറയുന്നത്. ആനി എന്നെ കാണണമെന്ന് വിചാരിച്ചു, ഞാൻ വന്നു. ടോണി മുരളീധരൻ നായരെ അറിയോ? ഏത് മുരളീധരൻ നായര്? കസ്റ്റംസിലെ. കസ്റ്റംസിലെ? കസ്റ്റംസിലെ മുരളീധരൻ നായര്. അറിയാം. ഡാഡിയുടെ സുഹൃത്താ. ഞാൻ പിന്നെ എപ്പോഴും ഫീൽഡ് വർക്കിലാണല്ലോ. ഈ കള്ളക്കടത്തുകാരുടെ ശല്യം ഉണ്ടേ, അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ആനി നടന്നോളൂ. അല്ല, ഡാഡി ടോണിയെ പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, ഡാഡിയോടൊക്കെ എന്നെ പറ്റി പറഞ്ഞോ? എന്താ പേടിയുണ്ടോ? ഏയ് പേടിയൊന്നുമില്ല, പറഞ്ഞോന്ന് ചോദിച്ചതേ ഉള്ളൂ. പറഞ്ഞു. ഇനി കാണുമ്പോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുക എന്നോട്. അയ്യോ, അതൊക്കെ ഇനി ഒരു ദിവസം ആവാം. മാത്രമല്ല ഞാൻ ഒഫീഷ്യലായിട്ട് കുറച്ച് ബിസിയുമാണ്. ഒഴി കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം, എന്നിട്ട് വരാം. ഇപ്പൊ ഞാൻ മറ്റേ ഉം. വാ. അല്ലെങ്കിൽ എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ ഡാഡിയെ കണ്ടകളെ. കയറിയ മലെ. വരൂ. പോണ്ട ഇത് ചതിയാ. ഈ പെണ്ണ് മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ കൊണ്ടുവന്നിരിക്കുക. വരുന്നേ. വരുന്നിടത്ത് വെച്ച് കാണാം. നീ വാ. ഓടാം.